മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പപ്പായ ഒരു ഓമയ്ക്ക കൊണ്ടൊരു ഉടച്ചുകറിയാണ് കേട്ടോ. ഒരു പഴയ കാല രുചിക്കൂട്ടാണ്. പഴയ കാലങ്ങളിൽ അമ്മമാരും എൻ്റെ അമ്മയും ഞാനും ഒക്കെ ചെയ്യുന്ന കറിയാണ്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും അങ്ങനെ കിട്ടാറില്ല, വാങ്ങിക്കാറില്ല. ഇതാണ് നമ്മുടെ പച്ചക്കറി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു പച്ചക്കറിയാണ്. വളരെയേറെ ഗുണങ്ങളുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. അപ്പോൾ ആ പപ്പായ കൊണ്ട് ഞാനൊരു ഉടച്ചു കറി വളരെ പ്രത്യേക ഒരു രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ രുചിയാണ്. കഞ്ഞി കഴിക്കാനും ചോറ് കഴിക്കാനും അപ്പം കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല, വെറുതെ കോരി കഴിക്കാനും ഒക്കെ നല്ലതാണ്. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ കഴിക്കാത്തവരും കഴിക്കും. കഴിച്ചതിന് ശേഷം പപ്പായയാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് രുചികരമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ രുചികരമായിട്ടുള്ള ഈ പപ്പായ ഉടച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം. മക്കളെ, അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പപ്പായാണ്. നമ്മുടെ വീട്ടിൽ പപ്പായ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് എനിക്ക് തന്നാണ്. വളരെ വിളഞ്ഞ നല്ല രുചിയുള്ള നല്ല കട്ടിയുള്ള മാംസമുള്ളൊരു പപ്പായയാണ് മക്കളെ. ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ നന്ദിയും അറിയിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇനിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഓളെന്ന ഓപ്ഷനുകളൊന്ന് ഇനേബിൾ ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മക്കളെ. അപ്പോൾ നമുക്കിത് വേണ്ടത്, നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന കറി ഉള്ളത് ഞാൻ എടുക്കുന്നുള്ളൂ. അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്, അത്ര അളവിൽ കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് ചെത്തി ഇതിൻ്റെ കറിയൊക്കെ നല്ല രുചിയാണ്. നല്ല കട്ടിയുള്ള ഓമയ്ക്കയാണിത് കേട്ടോ. പല തരത്തിലുള്ള ഓമയ്ക്കയുണ്ട്, പപ്പായയുണ്ട്. ഓമയ്ക്കാന്ന് നമ്മളൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ഭാഷ ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഓമയ്ക്ക അതിൻ്റെ വായി വരുന്നത്. അപ്പോൾ പല നാട്ടുകളിൽ പല പേരുകളല്ല ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്തുവാന്നൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചൊത്തി അതിൻ്റെ സീഡുമൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതിന് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഉടയ്ക്കേണ്ടതല്ലേ. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. വേവും കുറവുള്ളതാണല്ലോ പപ്പായയ്ക്ക്. എങ്കിൽ പോലും നമ്മളിത് കുക്കറിലിട്ട് 2 വിസിലടിച്ചങ്ങ് വേവിക്കുന്നത്. കാരണം അടുപ്പിലൊക്കെ നമ്മുടെ ഈ ചട്ടിയിലൊക്കെ വെച്ച് വേവിക്കാൻ കുറേ സമയമെടുക്കും, വേവ് കുറവാണെങ്കിൽ പോലും. അപ്പോൾ ഈ കുക്കറിനകത്തിട്ട് നമ്മളിട്ട് വേവിക്കുമ്പോൾ 1 വിസിലടിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്ക് ആവി മാറ്റിയെടുത്ത് നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് ഓർമ്മ താഴെ നിൽക്കാവുള്ളൂ, ഒത്തിരി വെള്ളത്തിൽ വെക്കരുത്. പിന്നെ ഇതേ രീതിയിലൊരു പച്ചമുളക് എടുത്ത് 4ആയിട്ട് കീറി അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ചേർക്കാനുള്ള ചേരുവകളാണിതെല്ലാം. നമ്മളിതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയും, അതായത് പിഴുപുളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ശർക്കര ഞാൻ വെള്ളത്തിൽ അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കായപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ വറ്റൽമുളക് എടുക്കുന്നുണ്ട്. പിന്നെ അത് കടുക് താളിക്കാനും അരയ്ക്കാനും ഉള്ള വറ്റൽമുളകാണത്. പിന്നെ 3 ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട്, കറിവേപ്പില. അപ്പോൾ നമ്മൾക്ക് ഇനിയും നമ്മുടെ ഈ ഉഴുന്നും നമ്മുടെ ചെറിയ പിന്നെ മുളകും പിന്നെ തേങ്ങ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പ് വെച്ച് ഇതിനേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മുളകും ഉഴുന്നും ഒരേ മൂപ്പാണ്. കാരണം മുളകിന് കനക്കുറവാണല്ലോ. അപ്പോൾ ഇത് 2 കൂടി ഒന്നിച്ചിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കായം ചേർക്കുന്നു. കാരണം കായം ഒന്ന് മൂത്തെങ്കിൽ അതിൻ്റെ മണം നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കണക്കാക്കി കായം ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കത്തില്ല കേട്ടോ. തീയലിനും നമ്മൾ പിന്നെ ചമ്മന്തിയൊക്കെ പൊടിക്കാൻ എടുക്കുന്ന പോലെ വറക്കത്തില്ല. ജസ്റ്റ് ആ ചട്ടിയുടെ ചൂടിൽ മാത്രം ഒന്ന് ചൂടാകാൻ മാത്രമേ നമ്മൾ ആ തേങ്ങ ചൂടാക്കത്തുള്ളൂ. അല്ല അങ്ങ് തീയലിന് അരയ്ക്കുന്ന പോലെ ഒന്നും ചൂടാക്കത്തില്ല കേട്ടോ. അപ്പോൾ ചൂടായിട്ട് നമ്മളിത് ഇറക്കി തണുക്കാൻ മാറ്റി വെക്കും. തണുത്തതിന് ശേഷം നമ്മൾ അതിന് ഞെടുപ്പൊക്കെ ഞെടുപ്പ് എടുക്കാത്ത എന്താണെന്ന് ചിലർ ചോദിക്കും. അപ്പോൾ ഞെടുപ്പൊക്കെ എടുത്ത് നമ്മൾ മിക്സിക്കകത്ത് ഇതും കൂടെ ചേർത്ത് നമ്മളിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. ക്രഷ് ചെയ്യാതെ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഈ ഉഴുന്നും ആ മുളകും ഒക്കെ അതുപോലെ ഇങ്ങനെ കിടക്കും, അരയത്തില്ല. അതുകൊണ്ട് നമ്മളിത് മിക്സിക്കകത്ത് എല്ലാം കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കും. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കുക്കറിലെ പപ്പായ നമ്മുടെ ചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചട്ടിക്കകത്താണ് ഈ കറി തയ്യാറാക്കുന്നത്. കുക്കറിലിട്ട് വേവിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലൊരു തവി ഉപയോഗിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കും. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള തവി ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് ഉടയ്ക്കുക. ഇത് നല്ലതായിട്ട് അങ്ങ് ഉടച്ചങ്ങ് പേസ്റ്റാക്കണ്ട, ഒന്ന് തരിപ്പ് കിട്ടും. ഒരു തരിപ്പ് നമ്മൾ കടിക്കാൻ വേണ്ടി ഒരു തരിപ്പായിട്ട് ഇടത്തക്ക രീതിയിൽ ഇത് ഉടയ്ക്കാവുള്ളെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഓമയ്ക്ക് പപ്പായ എന്ന് പറയത്തേ ഇല്ല, അത്രയ്ക്ക് നല്ലൊരു വിഭവം തന്നെയാണിത് കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഉടയ്ക്കാതെ ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് എന്നാലും എല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കറി കേട്ടോ. ഇത് നല്ല പോലെ അവർ കഴിക്കും. അത് വലിയ എരിവൊന്നും നമ്മുടെ ഇഷ്ടത്തിന് എരിവ് ചേർക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മളധികം എരിവ് ചേർക്കത്തില്ലല്ലോ. അപ്പം കുഞ്ഞുങ്ങൾ ചോറ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒഴിച്ചു വിടാൻ ഇഷ്ടപ്പെടും. അപ്പം നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ അരച്ചിട്ട് നമ്മുടെ മിക്സിയും കൂടെ കഴുകി മിക്സിയുടെ ജാറും കൂടെ കഴുകി, ആരോ പറഞ്ഞ മിക്സി എന്ന് പറയുന്നത്, മിക്സിയുടെ ജാറ് കഴുകി നമ്മൾ ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറുകിയിരിക്കുന്ന കറിയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അത്ര അങ്ങ് ലൂസമല്ല, കുറുകിയ ഒരു രീതിയിലാണ് ഈ കറി ഇരിക്കുന്നത്. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് നമ്മൾ ആദ്യം തന്നെ അങ്ങ് ഉപ്പ് വാരി ഇടരുത് കേട്ടോ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ചിരിക്കുന്ന പിഴുപുളി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പുളി അനുസരിച്ച്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ശർക്കര പുളി കുറച്ചും കൂടെ വെള്ളം ലൂസാക്കി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പുളി അനുസരിച്ച് ചേർക്കാം. പുളി വേണ്ടുന്ന എത്രത്തോളം ആണെന്ന് വെച്ചാൽ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ശർക്കര അലിയിച്ച് വെച്ചിട്ട് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം പെട്ടെന്നങ്ങ് അലിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ചത്. എന്നിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ശർക്കരയും നമ്മുടെ ഉഴുന്നുമാണ്. ഇത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത 2 ചേരുവകളാണ്. ഇതാണ് ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയെല്ലാം സെറ്റായി നമുക്കിതിനെ താളിച്ച് ഒഴിക്കണം. അതിനായിട്ട് നമ്മൾ താളിപ്പിനുള്ള ചീനിച്ചട്ടി അടുപ്പ് വെച്ചു. ഇത് ഇരുമ്പായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, അഴുക്കൊന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, 1 ടീസ്പൂൺ ഇടാം. ചട്ടി അങ്ങനെ ആയതുകൊണ്ട് അധികം വെളിച്ചെണ്ണ നമ്മൾ ചേർക്കാറില്ല. എന്നിട്ട് 3 ഉള്ളിയും നല്ലതുപോലെ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളി മൂത്ത് നല്ല മണം വരണമെങ്കിൽ ഇതിന് രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പം ഉള്ളിയും മൂത്തു. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് പിന്നെ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതും കൂടാണ് ഈ മുളക്. അത് നമ്മൾ നമ്മുടെ ഈ കറിക്കകത്തോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുവാണ്. കറിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് നമ്മളിതൊന്ന് 1 മിനിറ്റോ 30 സെക്കൻഡോ ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നതിൻ്റെ ഫ്ലേവർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ തുറന്ന് അതൊന്ന് കൂട്ടി ഇളക്കി എടുക്കണം മക്കളെ. അപ്പം നമ്മളുടെ രുചികരമായിട്ടുള്ള പപ്പായ ഉടച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. വളരെ രുചിയുള്ളൊരു കറിയാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഈ രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ പാഴാക്കി കളയാതെ എല്ലാവരും ഇത് സ്ഥിരം ചെയ്ത് നോക്കുക. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.